ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന വീഡിയോ ഒരു ഇൻസ്റ്റൻറ്റ് സ്കിൻ വൈറ്റനിങ് ഫേസ് മാസ്ക് ആണ്. അതായത് നമ്മളൊരു ഫങ്ഷനൊക്കെ പോകുന്നതിന് മുമ്പ് ഒരു 5 മിനിറ്റിൽ നമുക്ക് എങ്ങനെ സ്കിൻ വൈറ്റനിങ്ങും ഗ്ലോയും അതേമാതിരി തന്നെ ക്ലിയർ സ്കിന്നൊക്കെ കിട്ടും, പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്നത്. നേച്ചുറൽ ഇൻഗ്രീഡിയൻ്റ് കൊണ്ട് യൂസ് ചെയ്യുന്ന ആയതുകൊണ്ട് തന്നെ ഇതിനൊരു സൈഡ് എഫക്റ്റും ഇല്ല. അപ്പോൾ എല്ലാവരും കാണണം. നല്ലൊരു വീഡിയോ ആണ്, നല്ലൊരു ഫേസ് പാക്കാണ്. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായി എന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ പേര് സത്യ, ഞാൻ ബ്യൂട്ടി വ്ളോഗറാണ്. കൂടെ കുറച്ച് ഫാഷൻ വീഡിയോസും വ്ളോഗൊക്കെ ചെയ്യാറുണ്ട്. ഇങ്ങനത്തെ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണ്, കാണാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കും. സബ്സ്ക്രൈബ് ബട്ടൻ്റെ അടുത്തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ടാവും, അതുകൂടെ ക്ലിക്ക് ചെയ്തേക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ആദ്യത്തെ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് നമ്മളുടെ മുൾട്ടാനി മീറ്റിയാണ്. ഞാനിതിവിടെ അടുത്തുള്ളൊരു മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് വാങ്ങിച്ചാണ്. അപ്പം നിങ്ങളുടെ കയ്യിൽ ഏത് മുൾട്ടാനി മീറ്റിയാണ് ഉള്ളതെന്ന് വെച്ചാൽ എടുക്കുക. ഞാനിതിവിടെ MS വന്നിട്ട് ഒരു ബ്രാൻഡാണ് എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് ഏതാണ് ഉള്ളതെന്ന് വെച്ചാൽ അതെടുക്കുക. അടുത്ത ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് നമ്മളുടെ കസ്തൂരി മഞ്ഞളാണ്. ഇതും MS പറഞ്ഞിട്ട് ബ്രാൻഡാണ് ഞാൻ വാങ്ങിച്ചേക്കുന്നത്. ഇവിടെ അടുത്തുള്ള കടയിൽ നിന്ന് വാങ്ങിച്ചാണ് ഞാനിത്. നിങ്ങൾക്ക് നിങ്ങളുടെ അടുത്ത് ഒറിജിനൽ നമ്മൾ പൊടിപ്പിച്ചെടുക്കുന്നുണ്ടെങ്കിൽ അത് തന്നെ കേട്ടോ നല്ലത്, അതെടുക്കുക. അടുത്തത് വന്നിട്ട് നമ്മളുടെ ഡാബറിൻ്റെ ഹണിയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ഒറിജിനൽ നമ്മളെ കാട്ടുതേനം എന്നൊക്കെ പറയില്ലേ, നമ്മൾ എത്രത്തോളം ഒറിജിനലായിട്ട് ഓർഗാനിക് ആയിട്ടുള്ള യൂസ് ചെയ്യണം നമ്മളുടെ മുഖത്തിന് അത്രയും റിസൾട്ടാണ് കിട്ടുക. അപ്പം അതാണ് അടുത്ത ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിതെങ്ങനെ ചെയ്യാമെന്ന് നോക്കാം, സ്റ്റെപ്പിലോട്ട് പോവാം. അപ്പോൾ ഞാനിവിടെ സ്റ്റെപ്പായിട്ടാണ് പറയുന്നത്, നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണത്. അപ്പോൾ നമുക്ക് പോവാം. അപ്പം ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മളുടെ ക്ലെൻസിങ് ആണ്. നമ്മളുടെ ഫേസ് ഒന്ന് നന്നായിട്ട് ക്ലെൻസ് ചെയ്യുക. നമ്മൾ എന്തിനാണ് നമ്മളുടെ ഫേസ് ക്ലെൻസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മളുടെ മുഖത്തുള്ള ഡേർട്ട്, അഴുക്ക് ഇതൊക്കെ പോയി നമ്മളുടെ മുഖത്തൊരു ഫ്രഷ്നെസ് വരാൻ വേണ്ടിയിട്ടാണ്, ക്ലീൻ ആവാൻ വേണ്ടിയിട്ട്, നമ്മൾ സ്കിന്നൊന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇതിൻ്റെ മേലെ ഫേസ് സ്ക്രബും അതേമാതിരി ഫേസ് പാക്കൊക്കെ യൂസ് ചെയ്യുമ്പോൾ എപ്പോഴും ഫേസ് സ്ക്രബൊക്കെ യൂസ് ചെയ്യുമ്പോൾ നമ്മളുടെ ക്ലിയർ സ്കിന്നിന് വേണം യൂസ് ചെയ്യാനായിട്ട്. അപ്പോഴാണ് അതിന് എഫക്റ്റ് ഇല്ലെങ്കിൽ ഗുണങ്ങൾ നമുക്ക് അധികമായിട്ട് കിട്ടുന്നത്. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാനിവിടെ എടുക്കുന്നത് നമ്മൾ ഡാബറിൻ്റെ റോസ് വാട്ടറാണ് ക്ലെൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. നിങ്ങളുടെ കയ്യിൽ ഏതാണെന്ന് വെച്ചാൽ അത് എടുത്തോളൂ. അപ്പോൾ നമുക്ക് ക്ലെൻസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഞാൻ എൻ്റെ ഫേസ് നന്നായിട്ട് ക്ലെൻസ് ചെയ്തിട്ടുണ്ട്. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മളുടെ ഫേസ് നന്നായി സ്ക്രബ് ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ സ്ക്രബ് ചെയ്യാൻ വേണ്ടി ഞാൻ ഇവിടെ എടുക്കുന്ന പപ്പായ ജെല്ലാണ്. ഇത് വന്നിട്ട് ഞാൻ കൊടൈക്കനാൽ പോയപ്പോൾ വാങ്ങിച്ച നേച്ചുറൽ പപ്പായ ജെല്ല് പ്രിപ്പയർ ചെയ്യുന്നിടത്തുനിന്ന് വാങ്ങിച്ചാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എനിക്ക് കമൻറ്റ് തരാം. അപ്പോൾ ഞാൻ വന്നിട്ട് അതാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങളുടെ അടുത്ത് ഏതെങ്കിലും ഫേഷ്യൽ സ്ക്രബ് ഉണ്ട് വെച്ചാൽ അതെടുക്കുക. ഇല്ല ഒന്നുമില്ലെങ്കിൽ തക്കാളിയും പഞ്ചസാരയും ചേർത്ത് സ്ക്രബ് ചെയ്യുക. ഇനി അതുമില്ലെങ്കിൽ അരിപ്പൊടിയില്ലേ, അരിപ്പൊടി എടുത്തിട്ട്, അരിപ്പൊടിയും തക്കാളിയൊന്നും ഇല്ലാത്ത വീടൊന്നും ഉണ്ടാവില്ല, അപ്പം അതെടുത്ത് സ്ക്രബ് ചെയ്യുക. അപ്പം നമുക്ക് സ്ക്രബ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. Every day we escape, losing all of our faith. We can't live this way. Feel me slowly fade away. Feel me slowly fade away. As far as the wind will take me. Every day I feel time slipping, passing, skipping by. All the words I could say just can't really seem to stay. അപ്പോൾ ഞാനിപ്പം എൻ്റെ ഫേസ് വന്നിട്ട് നന്നായിട്ട് ക്ലെൻസ് ചെയ്ത് സ്ക്രബ് ചെയ്തിട്ടുണ്ട്. അടുത്തത് വന്നിട്ട് നമ്മളുടെ തേർഡ് സ്റ്റെപ്പാണ്, അതായത് നമ്മളുടെ മെയിൻ സ്റ്റെപ്പായ ഫേസ് പാക്ക്. അപ്പോൾ ആ ഫേസ് പാക്ക് എങ്ങനെ പ്രിപ്പയർ ചെയ്യണമെന്ന് നോക്കാം. പ്രിപ്പയർ ചെയ്തിട്ട്
എങ്ങനെ അപ്ലൈ ചെയ്യാൻ നോക്കാം. ഓക്കെ, അപ്പോൾ ആദ്യം വന്നിട്ട് ഒരു ബൗൾ എടുക്കുക, അതിലോട്ട് ഒരു സ്പൂൺ എടുക്കുക, എന്നിട്ട് ഒരു 2 സ്പൂൺ മുൾട്ടാനി മിട്ടി ആഡ് ചെയ്യുക. അതിലോട്ട് 1 സ്പൂൺ കസ്തൂരി മഞ്ഞൾ ആഡ് ചെയ്യുക. ഇതിലോട്ട് 1 സ്പൂൺ തേൻ ആഡ് ചെയ്യുക. അത് നന്നായിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് റോസ് വാട്ടർ ആഡ് ചെയ്യുക. കുറേശ്ശെ ആഡ് ചെയ്യണം കേട്ടോ. റോസ് വാട്ടർ ഒത്തിരി ഒരുമിച്ച് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വന്നിട്ട് ഒത്തിരി ലിക്വിഡായി പോകും, നമ്മൾ മുഖത്ത് അപ്ലൈ ചെയ്യാത്തൊരു ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ ഞാനിത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് അപ്ലൈ ചെയ്യാൻ നോക്കാം. Since I could remember, that told me I had to be within the lines of 2 degrees and 9 to 5. And I've been working after work since last September. Working after work, yeah. I stay up late on the weekdays. I never tell when we say. ഇനി കുറച്ച് അലോവേറ ജെല്ല് മുഖത്ത് അപ്ലൈ ചെയ്യാം. ഇതെന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ ഏത് ഫേസ് പാക്ക് ഫേഷ്യലൊക്കെ അപ്ലൈ ചെയ്തതിന് ശേഷവും നമ്മളുടെ മുഖത്ത് കുറച്ച് അലോവേറ ജെൽ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഗുണങ്ങൾ വന്നിട്ട് ഡബിളാക്കാനും അതേമാതിരി കുറച്ചുകൂടി ലാസ്റ്റ് ചെയ്യാനും ഒക്കെ സഹായിക്കും. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അടുത്തത് നല്ലൊരു ബ്യൂട്ടി ടിപ്സ് സ്കിൻ കെയർ വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ടാറ്റാ.